മഹിമയുടെ കയ്യിന്ന് കണക്കിന് കിട്ടിയല്ലേ? സാറ് വെറുതെ അവളുടെ മേലെ പ്രതീക്ഷ വെച്ചിരിക്കണ്ട. മര്യാദക്ക് ഗോപാൽജി പറഞ്ഞതുപോലെ അവളെ തീർക്കുന്നതാ നല്ലത്. പറഞ്ഞ കാശെങ്കിലും കിട്ടും. അല്ലാതെ മഹിമയുടെ പുറകെ വാല് പോലെ നടന്ന ഇങ്ങനെ നാണം കെടാൻ മാത്രമേ സമയം ഉണ്ടാവൂ. കൊച്ചേ, എനിക്ക് കാശിനോട് വലിയ അത്യാഗ്രഹമൊന്നുമില്ല. നല്ല സാമ്പത്തിക ശേഷിയുള്ള നസ്രാണി കുടുംബത്തിലെ അംഗമാണ് ഞാൻ. പിന്നെ ഇങ്ങനെയുള്ള പരിപാടിക്ക് ആരെങ്കിലും വിളിക്കുമ്പം പോകുന്നതേ എനിക്കും കൂടി ത്രില്ല് തോന്നുമ്പോൾ മാത്രമേ പോകത്തുള്ളൂ. ഇവിടെ എനിക്ക് തോന്നിയ ത്രില്ല് മഹിമയാണ്. അവളെ വേണ്ടെന്ന് വയ്ക്കാൻ പറയുകയാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഈ പണി ചെയ്യുന്നത്? സാറിന്റെ തീരുമാനം ഗോപാൽജി അറിയുവാണെങ്കിൽ ആകെ പ്രശ്നമാവും. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാശെണി വാങ്ങിയിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയ ഗോപാൽജിയുടെ സ്വഭാവം മാറും. ഗോപാൽജിയുടെ കയ്യിൽ നിന്നും ഞാൻ കാശ് വാങ്ങുന്നത് നിനക്കൊരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇതുപോലെ വായി തോന്നിയത് വിളിച്ചു പറയാൻ തുടങ്ങിയാൽ അയാളുടെ കാശ് അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടൊരു വരവ് വരും. അതൊന്നൊന്നര വരവായിരിക്കും. അത് നിന്നെ കൊന്നു കുഴിച്ചു മൂടാൻ. എന്നെ നിനക്കും നിന്റെ അമ്മായിയപ്പനും ശരിക്കറിയില്ല. ജോർജ് ഒരു കാര്യം നേടണമെന്ന് തീരുമാനിച്ചാൽ അത് നേടിയിരിക്കും. അതിന്റെ വഴിക്ക് ആര് വന്നാലും ജോർജിന് പുല്ല. മനസ്സിലായോടി പീത്തക്കാടി? മനസ്സിലായി. എന്താ മനസ്സിലായി സാർ. അത് സാർ. ആ വിളി മറക്കരുത്. ബഹുമാനം എനിക്ക് മസ്റ്റാ. എന്നാ ശല്യ പോയി വിശ്രമിച്ചോ. കുറെ കാശുണ്ടെന്ന് വിചാരിച്ച് എന്റെ തലയിൽ കയറി നിറങ്ങാമെന്ന് അവളുടെ വിചാരമേ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ആ മഹിമ സാറിനെ അടിച്ചെന്ന് ജയിലിലുള്ള പലരും അറിഞ്ഞിട്ടുണ്ട്. അത് സാറിനൊരു ക്ഷീണമാ. അവളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ സാറിന്റെ വില പോവും. എന്റെ പവർ എന്താണെന്ന് ഞാൻ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനി സമയം കിടക്കില്ലേ. അവളെ അങ്ങോട്ടും പോകാൻ പോണില്ലല്ലോ. എന്തൊക്കെ വന്നാലും ഈ ജോർജ് ആരാണെന്ന് ഞാൻ അവളെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ വളരെ നിരാശപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ അവസ്ഥ മഞ്ജുവിനെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാ മഞ്ജുവിന് അങ്ങനെ തോന്നുന്നത്. എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ മഞ്ജുവിന് ഞാൻ ചെയ്തതിൽ ന്യായം ഉണ്ടെന്ന് മനസ്സിലാവും. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നീ തീരുമാനിച്ചതിൽ എന്തെങ്കിലും ന്യായം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നിനക്ക് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ തന്നെ അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നീ വീണ്ടും വീണ്ടും കാണിച്ചു തന്നോണ്ടിരിക്കാം. ആദ്യം കാനഡയിലേക്ക് പോകുന്നതിനെ പറ്റിയും ഇപ്പൊ അബോർഷനെ പറ്റിയും നീ പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇനിയും നിന്നെ വിശ്വസിച്ചാ ഞാൻ മണ്ടിയാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് മാറണം. ഇവിടുത്തെ മാറാനോ? അതെ, ഇനിയും പ്രീതി ഇവിടെ തുടരുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് ഒരു ഹോസ്റ്റൽ ശരിയാക്കി അങ്ങോട്ട് മാറണം. മഞ്ജുവിന് എന്റെ അവസ്ഥ നന്നായിട്ട് അറിയാലോ. അച്ഛനെ കൊന്നവരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയാ? എന്റെ ജീവന് ഭീഷണിയില്ലേ? അതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് ആലോചിച്ചു. ഗിരിയേട്ടൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാ പിന്നെ സ്ത്രീകൾ മാത്രമുള്ള ഈ വീട്ടിൽ പ്രീതിക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത്? ഞങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട്. അവിടെ പ്രീതി വളരെ സുരക്ഷിതയായിരിക്കും. സുരക്ഷയുടെ കാര്യം മാത്രമല്ല മഞ്ജു, എനിക്കിപ്പോ ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്.
അച്ഛൻ മരിച്ചതിന് ശേഷം ഏയ് പോയവരൊക്കെ പോയി പ്രീതി. ഇനിയും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് വേണം ചിന്തിക്കാൻ. ഞങ്ങളുടെ തണലിൽ കഴിഞ്ഞിട്ട് പ്രീതിക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. കാനഡയിലേക്ക് പ്രീതി തനിച്ചല്ലേ പോകുന്നത്? അവിടെ സഹായത്തിന് ഞങ്ങൾ ആരും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അവിടെ ജീവിക്കാൻ പോകുന്നത് പോലെ ഇവിടെയും ആരെ ആശ്രയിക്കാതെ ജീവിച്ച് ശീലിച്ചൂടെ? അതാവുമ്പോ പ്രീതിക്ക് ഉപകാരപ്പെടും. പ്രീതി വെറുതെ ഇവിടുന്ന് താമസം മാറാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണ്ട. അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രീതി മാറിയേ പറ്റൂ. അങ്ങനെ മഞ്ജു ഒറ്റയ്ക്ക് തീരുമാനം എടുത്താൽ ശരിയാവോ? പിന്നെ ആര് തീരുമാനം എടുക്കണം? അമ്മ അല്ലെങ്കിലേ നിന്നെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ ഒറ്റ കാലിൽ നിൽക്കുക. നീ പോവാണെന്ന് പറഞ്ഞ അമ്മയ്ക്ക് സന്തോഷാവത്തേ ഉള്ളൂ. ഗിരിയേട്ടനോ? ഗിരിയേട്ടന് സന്തോഷാവെന്ന് പറഞ്ഞോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പോകുന്നതിൽ ഗിരിയേട്ടന് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഗിരിയേട്ടനെ വിശ്വസിച്ച. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഗിരിയേട്ടൻ തന്നെ പറയണം. ഞാനും ഗിരിയേട്ടനും വേറെ വേറെ ആയിട്ടല്ല ചിന്തിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അത് ഗിരിയേട്ടൻ തന്നെ എന്നോട് നേരിട്ട് പറയട്ടെ. നീ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും നിനക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നീ കരുതണ്ട. അത് നമുക്ക് നോക്കാം. തൽക്കാലം ഗിരിയേട്ടനോട് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ. അദ്ദേഹം അത് ചെയ്യുമെന്ന് കാണാമല്ലോ. എന്തുപറ്റി? പ്രീതിയോടെല്ലാം പറഞ്ഞില്ലേ? പറഞ്ഞു. അവൾ എന്നത്തേക്ക് മാറുമെന്നാ പറഞ്ഞത്? അവക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഞാൻ അവളോട് മാറാൻ പറഞ്ഞപ്പോ ഗിരിയേട്ടൻ പറഞ്ഞാൽ മാത്രമേ മാറൂ എന്നാ അവള് പറഞ്ഞത്. നമ്മൾ ഒരുമിച്ചാണ് ഈ തീരുമാനത്തിൽ എത്തിയതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടും അവള് സമ്മതിക്കുന്നില്ല. ഗിരിയേട്ടൻ ഒരിക്കലും അവളോട് ഇറങ്ങിപ്പോവാൻ പറയില്ലെന്നാ അവള് പറയുന്നേ.